നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. നവരാത്രിയുടെ 4ാമത്തെ ദിവസം കുഷ്മാണ്ഡ ദേവിയെയാണ് ആരാധിക്കേണ്ടത്. നവരാത്രിയുടെ 4, 5, 6 ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിയുടെ ഭാവത്തിൽ ആരാധിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ പ്രിയപ്പെട്ട സ്തോത്രങ്ങൾ ജപിക്കാവുന്നതാണ്. ലക്ഷ്മി അഷ്ടകം, കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി സ്തവം എന്നിങ്ങനെയുള്ള ലക്ഷ്മി ദേവിയുടെ ഏതു മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. ദിവസത്തെ നിറം ഓറഞ്ചാണ്. ഏതു മധുരമുള്ള നിവേദ്യവും സമർപ്പിക്കാം. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കുഷ്മാണ്ഡ ദേവി. കു, ഉഷ്മം, അണ്ഡം എന്ന പദങ്ങൾ ചേർന്നാണ് ദേവിയുടെ നാമം ഉദ്ഭവിച്ചിരിക്കുന്നത്. കു എന്നാൽ കുറവിനെയും ഉഷ്മം എന്നാൽ താപത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. 3ാമത്തെ പദം അണ്ഡത്തെയും സൂചിപ്പിക്കുന്നു. പ്രപഞ്ച ഉത്ഭവത്തിൻ്റെ ആദിസ്വരൂപവും കാരണശക്തിയും ദേവിയാണല്ലോ. സൃഷ്ടിക്ക് മുൻപ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ചതായ ദിവ്യമായ പ്രകാശം സർവ്വലോകങ്ങളിലും വ്യാപിച്ചു. പിന്നീട് ആ പ്രകാശം സർവചരാചരങ്ങളിലേക്കും പ്രവേശിച്ചു തിളങ്ങി. മഹാതേജസ്വിനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട്. കമണ്ഡലു, ധനുസ്, ബാണം, പുഷ്പം, അമൃതകലശം, ചക്രം, ഗദ, ജപമാല എന്നിവ ദേവി ധരിച്ചിരിക്കുന്നു. ദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ പുറത്താണ് സഞ്ചാരം. കുഷ്മാണ്ഡ ദേവി സൂര്യന്റെ ഉള്ളിൽ പോലും വസിക്കാൻ ശക്തിയുള്ളതും കഴിവുള്ളവളുമാണ്. സൂര്യനെ പോലെ തന്നെ തേജസ്സുള്ളവളും ഓജസ്സുള്ളതും ശോഭയുള്ളതുമായ ശരീരത്തോടു കൂടിയവളാണ് ദേവി കുഷ്മാണ്ഡ. ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ആദിത്യ ഭഗവാന്റെ കൂടെ അനുഗ്രഹം ലഭിക്കും. ആദിത്യ ദോഷഫലങ്ങൾ ഉള്ളവർക്ക് അത് ശമിക്കുകയും ചെയ്യും. സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. ഭൂമിയിലെ സസ്യജാലങ്ങളും പച്ചപ്പും ദേവിയാണ് എന്ന് പറയപ്പെടുന്നു. അതിനാൽ അഷ്ടഭുജധാരിയായ കുഷ്മാണ്ഡാദേവി ബ്രഹ്മാണ്ഡത്തിന്റെ തന്നെ നിർമ്മാതാവായി കണക്കാക്കുന്നു. ദേവി ദേവന്മാരിൽ വച്ച് ഏറ്റവും ക്ഷമതയുള്ളതും കുഷ്മാണ്ഡാദേവിക്കാണെന്ന് പറയുന്നു. ദേവി ഉപാസനയ്ക്കായി ജപിക്കേണ്ട മന്ത്രം ഇതാണ്: സുരാ സമ്പൂർണ്ണ കലശം രുധിരാപ്ലുതമേവ ച ദധാനഹസ്ത പത്മാഭ്യാം കുഷ്മാണ്ഡാ ശുഭദാസ്തു മേ. സുരാ സമ്പൂർണ്ണ കലശം രുധിരാപ്ലുതമേവ ച ദധാനഹസ്ത പത്മാഭ്യാം കുഷ്മാണ്ഡാ ശുഭദാസ്തു മേ. ഇനി സ്തോത്രം ചൊല്ലാം. ദുർഗതി നാശിനി ത്വം ഹി ദാരിദ്ര്യാദി വിനാശിനി ജയദാ ധനദാ കുഷ്മാണ്ഡേ പ്രണമാമ്യഹം. ജഗന്മാതാ ജഗത്കർत्री ജഗദാധാരരൂപിണി ചരാചരേശ്വരി കുഷ്മാണ്ഡേ പ്രണമാമ്യഹം. ത്രൈലോക്യസുന്ദരി ത്വം ഹി ദുഃഖശോകനിവാരിണി പരമാനന്ദമയീ കുഷ്മാണ്ഡേ പ്രണമാമ്യഹം. ഇങ്ങനെ ഈ സ്തോത്രം ചൊല്ലി ദേവിയെ ഭജിക്കുന്നതിലൂടെ സർവ്വവ്യാധികളിൽ നിന്ന് മോചനവും എല്ലാവിധ സുഖസമൃദ്ധിയും ദേവി പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം.